ഷെഫീന ബീബിക്കുള്ള വെല്ലുവിളി ഇത്ര മാത്രമാണ്. ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് പോലും. എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ പരാതികൾ പല പല സ്റ്റേഷനുകളിൽ ഉണ്ട് പോലും. ഒരു പരാതി ഹണി ട്രാപ്പുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏട്ടനെ. കണ്ണനെ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ. ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല രീതിയിലും എയറിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഷാജിദ ഷാജി. ഇപ്പം എല്ലാ ഇൻ്റർവ്യൂ ചാനലിലും എല്ലാ മിക്കവാറുടെയും റിയാക്ഷൻ ചാനലുകളിലും ഷാജിദ ഷാജിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ വന്ന ഒരു ന്യൂസാണ് നമ്മുടെ ജസ്ന സലീമിൻ്റെ, അതായത് കണ്ണാ നിനക്ക എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്ന സലീമിനെതിരെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആളുടെ ചാനൽ ഇപ്പോൾ അധികം വലിയ റീച്ചൊന്നും ഇല്ല. അപ്പോൾ കുറേ പേര് പറയുന്നത് അതുകൊണ്ടിട്ടായിരിക്കാം പുതിയ വയ്യാവേലികളുടെ പുറകെ പോകുന്നത്. അല്ലെങ്കിൽ ഇന്ന ആളെ കുറിച്ച് പറഞ്ഞാൽ ചാനൽ റീച്ചാവും, അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റി നമ്മൾ വെല്ലുവിളിച്ചാൽ, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ചാനൽ റീച്ചാവും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അവരൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്, അവരൊരു കൃഷ്ണൻ്റെ പടം, അതൊന്നും അവരവരുടെ കഴിവാണ്. അതിൽ ജാതി മതം അങ്ങനെ പറയാനൊന്നുമില്ല. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ അപ്പോൾ ഷാജിദ ഷാജി മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഏതോ ജസ്നാനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ജസ്ന അതിലോട്ട് ചെന്ന് കയറി, നിന്നെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാജിദ ജസ്നേനെ പറഞ്ഞു. അപ്പം അവിടെ നിന്ന് വീണ്ടും അപ്പോൾ മനസ്സിലായി ഇനി ഷാജിദയുടെ പുറകെ പോയാൽ കുറച്ചുകൂടെ റീച്ച് കിട്ടും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഷെഫീന ബീവിത്തേനെ ജസ്ന വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ, അത് ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ കുറച്ച്. അപ്പം ഞാനും അത് കണ്ടു. അപ്പം എന്തിനാണ് ജസ്ന ആവശ്യമില്ലാതെ ഒരാളെ ഫാമിലി കുടുംബത്തെയൊക്കെ പറയാൻ പോകുന്നത്? അവർ തെളിവില്ലാതെ ഒരു കാര്യവും അവർ സംസാരിക്കത്തില്ല. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഷെഫീന ബീബിക്കുള്ള വെല്ലുവിളി ഇത്ര മാത്രമാണ്. ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് പോലും. എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ പരാതികൾ പല പല സ്റ്റേഷനുകളിൽ ഉണ്ട് പോലും. ഒരു പരാതി ഹണി ട്രാപ്പുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഷെഫീന ബീബി കൊണ്ടുവരിക. അച്ഛാ, നീ പറയുന്നത് ഞാൻ ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഷെഫീന ബീബി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കണ്ടല്ലോ, ജസ്ന ഷെഫീന ബീവി ഇത്തേനെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഇട്ടത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ കിടക്കണ്ട. പിന്നെ ഈ കാര്യം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ രണ്ടാമത് ഷെഫീനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിവിടെ വിടുന്നതാണ് നല്ലത്, മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളും പുറത്ത് കാണിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷെഫീനേത്ത, ചുമ്മാ വീണ്ടും അവരെ കയറി ചൊറിയാൻ പോയപ്പോൾ അവർ കൃത്യമായിട്ടുള്ള മറുപടി ജസ്നയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓഡിയോ ക്ലിപ്പ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഹണി ട്രാപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മുടെ ഷെഫീനേത്ത പുറത്ത് കിട്ടേക്കുന്നത്. അപ്പോൾ ജസ്നയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഷെഫീന ബീവിത്ത കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഇവളല്ല എന്ന് പറയല്ലേ, അതിനുള്ള വോയിസ് ഞാൻ കൃത്യമായിട്ട് കൊണ്ടു തരികയാണേ. ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുക്കാനിട്ടാ. അല്ല, ഏട്ടൻ വിളിച്ചപ്പോ ഞാൻ കുളിക്കാൻ കേട്ടോ, അതുകൊണ്ടാ. അയ്യോ, കുളിയൊന്നും കാണണമെന്ന് അവൻ പറയുമ്പോൾ ആ കിണി എന്തായാലും നിന്റെ കെട്ടിയവനല്ലേ ചോദിക്കുമ്പോ കിണത്ത് നീ സംസാരിക്കുന്നിടത്ത് നീ ഏതാ എനോന്ന് അതിനകത്തില്ലേടി. അപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് കുറഞ്ഞു പോയില്ലേ? അല്ല, ഞാൻ തിരിച്ചു വിളിച്ചു, പേട്ടൻ വിളിച്ചു ഫോൺ ഇട്ടില്ല. ഏട്ടൻ വഴിയുള്ളേ ആണോ? കോഴിക്കോടൊന്നും ചെല്ലുന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, അവരെ ഹസ്ബൻഡ് അല്ല,
അവരുടെ റിലേഷനല്ല, ഏതോ ഒരു ഏട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഓഡിയോയാണ്. അപ്പം ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ അപമാനിക്കാൻ പോയാൽ ചിലപ്പം അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് കാണിച്ച് വെറുതെ നാണം കിടന്ന് എന്തിനാണ്? അപ്പം ഇപ്പം ഷെഫീനത്തെ എന്തായിരുന്നാലും കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തേക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ജസ്ന അമ്പലത്തിൽ കയറുമ്പോൾ മാത്രമേ എനിക്ക് തോന്നുന്നു ഷോൾ ഇടുള്ളൂ, തലയിൽ തട്ട ഇടുള്ളൂ. തട്ട ഇടുന്നത് ഇടാത്തതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പം ഇസ്ലാമിനെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും അവരുടെ ഇഷ്ടമാണ്. അവർ ഇസ്ലാമിൽ തന്നെ നിലനിൽക്കുന്നു, പക്ഷെ അവർ അതിലും വിശ്വസിച്ച് പോകുന്നു, അവർ അമ്പലങ്ങളിൽ കയറുന്നു, അതൊക്കെ നടക്കുന്നു. അതിലൊന്നും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു വീഡിയോ എടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ആ അമ്പലത്തിൽ കയറുമ്പോൾ തട്ടയിടും, പുറത്തുള്ളൊരു വീഡിയോയിൽ തട്ടയിടാറില്ല. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും നെഗറ്റീവ് പറയാനുള്ള കാരണം. നിങ്ങൾ ഒരേപോലെ പോയി നോക്കൂ, അപ്പം നിങ്ങൾക്ക് ചാനലിൻ്റെ റീച്ച് കിട്ടും. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കൂ. അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും ചുമ്മാ കയറി ചൊറിഞ്ഞിട്ട് റീച്ച് കൂട്ടാൻ നോക്കിയാൽ അവർ തിരിച്ച് നല്ല മാന്ത് തന്നു വിടും. അതുപോലെ തന്നെയാണ് ഷെഫീനത്തെ നല്ല മറുപടിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.